എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് സ്നേഹവന്ദനം. ഇന്ന് ചൊവ്വാഴ്ച നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ അവലംബിച്ചുകൊണ്ട് എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ ഏത് കുടുംബത്തിൽ പ്രവേശിച്ചാലും ആ കുടുംബത്തിൽ സമാധാനം ആശംസിക്കുന്ന അളിച്ചത് കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ ആശംസിച്ച സമാധാനം കർത്താവെ. സമാധാന ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ ആ സമാധാനം അവരിലേക്ക് അനുഭവിക്കുന്ന അളിച്ചത് കർത്താവെ. ഈ സമാധാനം എല്ലാവരും അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ആശങ്കകളാൽ, രോഗങ്ങളാൽ, രോഗക്ലേശങ്ങളാൽ, രോഗഭാരങ്ങളാൽ, സാമ്പത്തിക കടങ്ങളാൽ, കുടുംബത്തിൻ്റെ ഭാഗങ്ങളാൽ, കേസുകളാൽ, അന്യായങ്ങളാൽ, വസ്തുവകൾ തർക്കങ്ങളാൽ, ഗിഫ്റ്റ് നടപടികളാൽ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥകളാൽ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വേദനകളാൽ ഞെരിപിരി കൊള്ളുന്നവർ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തവരമായി തളിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിൽ സ്വന്തം ചെയ്യുന്നു. എങ്ങനെ 10 പൈസ എവിടുന്ന് കിട്ടുമെന്നറിയാതെ നട്ടം തിരിയുന്നവരുണ്ട് കർത്താവെ. അവരെല്ലാം സന്ധിക്കണമേ. അവർക്ക് പുതിയ മാർഗം കാണിച്ചു കൊടുക്കണമേ. അവരുടെ ഉദ്യമങ്ങളെ നീ ശക്തിപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവ്, വിവാഹം ഒത്തുവരുന്ന വിവാഹം നടത്തിയെടുക്കാൻ പണമില്ലാത്തവർ, ബന്ധുക്കളെ സ്വന്തപ്പെട്ട് സഹായിക്കാത്തവർ. ഒരു പെൺകുഞ്ഞ് എന്നോട് പറഞ്ഞു, അപ്പനും അമ്മയും ഡൈവേഴ്സിലാണ് അച്ഛാ, എൻ്റെ കാര്യം നോക്കാൻ ആരുമില്ല, എന്നെ കെട്ടിച്ചു കൊടുക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു. കർത്താവേ, ഞാൻ കുറേ നേരം ആൾക്കാരെ അത് കേട്ടുവന്നുകൊണ്ട് വിഷമത്തോടെ ഇന്ന് പ്രാർത്ഥിച്ചു. കർത്താവ്, അങ്ങനെയുള്ള പെൺകുഞ്ഞുങ്ങൾ അവൾ മാത്രമല്ല, എത്രയോ പേരുണ്ട് ഈശോയെ. അവരെല്ലാം ഇന്ന് സന്ധിക്കണം. ഈ കുരിശ് കയറി ഞാൻ പ്രാർത്ഥിക്കുന്നത് അവർക്ക് വേണ്ടി കൂടിയാണ് അമ്മേ. ഇന്നോട് കൂടി ഇന്ന് 3 മണിക്കുള്ളിൽ അതിന് തീരുമാനം ഉണ്ടായിട്ട് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകണം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായി നീക്കുവാമേ. ദൈവരാജ്യത്തിലെ വലിയവനുണ്ട് ചെറിയവനുണ്ടെന്നൊക്കെ പറയത്തില്ലേ? മത്തായിയുടെ സുവിശേഷം 5:19
ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. എപ്പോഴും പക്ഷെ ഒരു പ്രശ്നം പഠിപ്പിക്കുന്നവന് അതനുസരിച്ചിരിക്കണവൻ. അതാണ് എൻ്റെ അകത്ത് വരുന്ന വെല്ലുവിളി, അതാണ് ചാലഞ്ച്. അതാണ് സ്വർഗരാജ്യത്തെ വലിയവനെന്ന് പറയുമ്പോൾ അയാളത് അനുസരിക്കുകയും ചെയ്യും, അനുസരിക്കണത് പഠിപ്പിക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ തന്നെ ദൈവരാജ്യം പറഞ്ഞ അപ്പോൾ സിംഗിൾ സ്റ്റാർ വന്ന് ഡബിൾ സ്റ്റാർ വന്ന് കണ്ടില്ലേ. അപ്പോൾ ഈ സ്റ്റാർ കയറ്റം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരേ പോയിന്റ് തന്നെയാണ്. എന്താ കാര്യം, ഇങ്ങനെ ഓരോരോ ജീവിതത്തിൽ, ഇപ്പോൾ കുടുംബത്തിൽ ചിലപ്പോൾ ജീവിതത്തിൽ പൊതുജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തകർച്ച ഉണ്ടാകാം. നമുക്ക് തകർച്ച ഉണ്ടായോ ഉയർച്ച ഉണ്ടായോ എന്നതല്ല പ്രശ്നം. ചിലപ്പോൾ പൊതുജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിന് കുടുംബത്തിൽ തകർച്ച ഉണ്ടാകും. തകർച്ച ഉണ്ടായാലും ഉയർച്ച ഉണ്ടായാലും നമ്മളത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ദൈവകൃപ ആർജിക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെ അതിനെ സമീപിക്കുന്നു. ലൂക്കാ 10:26 വായിച്ചേ. അവൻ ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അതാ പ്രശ്നം. നിയമത്തിൽ എന്ത് എഴുതിയാലും നിനക്കത് നീ എങ്ങനെ അതിനെ സമീപിക്കുന്നു? നിനക്കത് എങ്ങനെയാണ് നീ അതിനെ അഭിമുഖീകരിക്കുന്നത്? നീ എങ്ങനെയാണ് അതിനെ കൈകാര്യം സമീപിക്കുന്നത്? നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? അപ്പം നമുക്ക് പൊതുജീവിതത്തിൽ ചിലപ്പോൾ തകർച്ച ഉണ്ടാകാം, കുടുംബത്തിൽ വിജയം ഉണ്ടാകാം. ചിലപ്പോൾ കുടുംബത്തിൽ തകർച്ച ഉണ്ടാകാം, പൊതുജീവിതത്തിൽ വിജയം ഉണ്ടാകാം. പക്ഷേ നമ്മളത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. എങ്ങനെ എടുക്കുന്നു? നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ അത് എങ്ങനെ വായിക്കുന്നു പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു, ആ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കുന്നത്? എന്താണ് അത്? എന്തായാലും കർത്താവിനെ, യേശുക്രിസ്തുവിനെ നേടാൻ വേണ്ടി അത് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ സുവിശേഷ വിഹിതമായ ഒരു സമീപനം എന്ന് പറയുന്നത്. എൻ്റെ പേര് ആൻ. ഞാൻ വരുന്നത് ഹോളി ഫാമിലി ചർച്ച് കിഴക്കേ മിത്രക്കരി ഇടവാംഗമാണ്. 2023 ഞാൻ +2 പാസ് ഔട്ടായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഡയറക്റ്റ് ജർമ്മൻ പഠിക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞ് ജർമ്മൻ എക്സാമിൻ്റെ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് എല്ലാം കിട്ടിയിട്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോയത്. അപ്പോൾ എനിക്ക് എല്ലാ മൊഡ്യൂളിനും ഡിഫറൻറ്റ് സെൻട്രലായിട്ടാണ് എനിക്ക് സ്ലോട്ട് കിട്ടിയത്. ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് എല്ലാം ഡിഫറൻറ്റ് സെൻട്രലായിട്ടാണ് സ്ലോട്ട് കിട്ടിയത്. ലിസണിങ് കഴിഞ്ഞു, റീഡിങ് കഴിഞ്ഞു, റൈറ്റിംഗ് കഴിഞ്ഞു, ലാസ്റ്റ് ആയിരുന്നു സ്പീക്കിംഗ് എക്സാമാണ്. സ്പീക്കിംഗ് എക്സാം എഴുതുന്നതിന് മുന്നേ എൻ്റെ കസിൻസ് കൃപാസനത്തിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും കൃപാസനത്തിൽ വരണം, പ്രാർത്ഥിക്കണം. എന്നിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് മാതാവും ഈശോയോട് ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് എനിക്ക് കോൺഫിഡൻസ് ഇല്ല പറയാൻ വേണ്ടിയിട്ട്, എൻ്റെ കൂടെ വരണമെന്നും കൂടെ ഞാൻ പറഞ്ഞു. അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്ത് പോയി. ഇതുവരായിട്ടും എക്സാം അറ്റൻഡ് ചെയ്യാത്ത എനിക്ക് ഇതുവരായിട്ട് അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എനിക്ക് നന്നായിട്ട് സ്പീക്കിങ് എനിക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാനും പറ്റി. എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തായിരുന്നു അവർ പറഞ്ഞത്. അങ്ങനെ ഇതിൻ്റെ റിസൾട്ട് വന്നപ്പം മറ്റേൻ്റെ റിസൾട്ടൊക്കെ ആദ്യമേ വന്നു, മറ്റേന് 3 ഞാൻ ഫെയിലായി. അത് കഴിഞ്ഞ് സ്പീക്കിങ്ങിൻ്റെ റിസൾട്ട് വരാൻ ഇച്ചിരി ലേറ്റ് ആയിരുന്നു. അപ്പം ചേച്ചി ഡൽഹി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ചേച്ചിയുടെ കൈ ഫ്രാക്ചർ പറ്റിയായിരുന്നു. അപ്പം തിരിച്ച് എറണാകുളത്ത് നിന്ന് ഞങ്ങൾ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തിരിച്ചു വരുന്ന വഴി കൃപാസനത്തിൽ കയറി പ്രാർത്ഥിച്ചപ്പം മാതാവിൻ്റെ ഫ്രണ്ടിലത്തെ രൂപമുണ്ട്, നമ്മൾ ഫസ്റ്റ് ഉടമ്പടി പുതുക്കുന്ന അവിടെ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ പറയുന്നു, ഇന്ന് വൈകിട്ട് റിസൾട്ട് വരും എന്നും പറഞ്ഞു. ഞാൻ അങ്ങനെ വൈകിട്ടായപ്പം എൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. നോക്കിയപ്പം എനിക്ക് സ്പീക്കിംഗ് മൊഡ്യൂൾ മാതാവിൻ്റെ കൃപയാൽ മാത്രമാണ് എനിക്ക് സ്പീക്കിംഗ് മൊഡ്യൂൾ എനിക്ക് പാസ്സാകാനായിട്ട് സാധിച്ചത്. അത് കഴിഞ്ഞിട്ട് റൈറ്റിംഗ് മൊഡ്യൂളിന് ഞാൻ സ്ലോട്ട് എടുത്തു. റൈറ്റിംഗ് മൊഡ്യൂൾ എഴുതുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടും മുല്ലപ്പൂവിൻ്റെ മണം വന്നു. ഞാൻ ഓർത്തു എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആ കൊച്ചി എണ്ണിട്ട് പോയിട്ട് അടുത്ത പിള്ളേർ വരുമ്പോൾ അവരുടെ സ്പ്രേയുടെ മണമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം റിസൾട്ട് വന്നപ്പം ഞാൻ റൈറ്റിംഗ് മൊഡ്യൂളിന് ഞാൻ പാസ്സായി. എന്നപ്പം മാതാവ് ഈശോയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു റൈറ്റിംഗ് മൊഡ്യൂളിന്. എനിക്ക് നന്നായിട്ടും അറ്റൻഡ് ചെയ്യാനും പറ്റി. അന്നപ്പോൾ എൻ്റെ ഫ്രണ്ടും എക്സാം എഴുതാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്നപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, എടി എനിക്ക് ഇങ്ങനെ ഏജൻസി ഒന്നും കിട്ടുന്നില്ല, നിനക്ക് അറിയാവുന്ന ഏജൻസി വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പറയണോ എന്നുള്ള രീതി ഞാൻ പറഞ്ഞു.
അങ്ങനെ അവൾ എനിക്ക് അവളുടെ മിസ് പോയൊരു ഏജൻസി എനിക്ക് തന്നിട്ടുണ്ട്. അന്നപ്പം ഞാൻ അവിടുത്തെ മോക്ക് ടെസ്റ്റ് പാസ്സാവണം. എനിക്ക് അവിടുത്തെ മോക്ക് ടെസ്റ്റ് 3ാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്ക് മോക്ക് ടെസ്റ്റ് പാസ്സാവുന്നത്. അത് 15 പേരുണ്ടായിരുന്നു. 15 പേരിൽ 3 പേർക്ക് കിട്ടിയിട്ടുള്ളൂ. അതിൽ ഒരാൾ എനിക്കായിരുന്നു. അങ്ങനെ ഈ എക്സാമിന് പോകുന്ന സമയത്താണെങ്കിലും ഞാൻ നെറ്റിയിൽ തൈലം പുരട്ടുകയും ചെവിയിലും നാക്കിയിലും പിന്നെ ഉപ്പ് വെഞ്ചരിച്ച ഉപ്പ് അതൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടായിരുന്നു ഞാൻ പോയത്. എക്സാം സെൻറ്ററിൻ്റെ അവിടെ ആണെങ്കിലും ഞാൻ ഇരിക്കുന്ന സ്ഥലത്താണെങ്കിലും ഇതെല്ലാം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണെങ്കിലും ഇത് തന്നെ ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു. അങ്ങനെ 15 പേരിൽ 3 പേര് ഇൻ്റർവ്യൂ ജയിച്ചു. അങ്ങനെ ഇനി പ്രിപ്പറേഷൻ ക്ലാസ് തന്നു. ജർമ്മനിയിലുള്ള മാം തന്നെയായിരുന്നു. അങ്ങനെ പ്രിപ്പറേഷൻ ക്ലാസ് തന്നു. ഡിസംബർ ലാസ്റ്റ് വീക്ക് ജനുവരി ഫസ്റ്റ് വീക്കിലോട്ട് ഉള്ള രീതി പറഞ്ഞു, ഈ മെയിൻ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഡിസംബർ ഒരു ആദ്യമൊക്കെ ആയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഡിസംബർ 15-നായിരിക്കും ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു. അങ്ങനെ 15-ന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലിസണിങ്ങും റീഡിങ്ങും എഴുതുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് പറയുക, നീ അടുത്ത ഡേറ്റ് എടുത്തിട്ടുണ്ടല്ലോ, നിൻ്റെ മാതാവ് എന്തായാലും നിനക്ക് തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ഡേറ്റ് എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇത് തന്നെ എല്ലാവരും പറയുന്നത്, നിൻ്റെ മാതാവ് നിനക്ക് തരുമെന്ന് പറഞ്ഞു. ഡിസംബറിൽ ഒരു എക്സാം എഴുതിയപ്പോഴും ഞാനത് ഫെയിലായി. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ എക്സാം ഫെയിലായപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഈ കൂടുതലും കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനമൊക്കെ കൂടുതൽ ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് എന്താ കിട്ടാത്തതെന്ന് ചോദിച്ചു. എൻ്റെ സങ്കടം കണ്ടിട്ട് അമ്മ എന്നെ കൊണ്ടുവന്ന ആ അങ്കിളിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് 3 മൊഡ്യൂളുണ്ടെങ്കിൽ പോവാം, എനിക്ക് 2 മൊഡ്യൂളേ ആ സമയത്തുള്ളൂ. അന്നിപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 2 മൊഡ്യൂളേ ഉള്ളൂ ഉള്ള രീതി ഞാനിങ്ങനെ പറഞ്ഞ അങ്കിൾ ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, നീ ഈശോയുടെ മാതാവിനോടൊന്ന് പറ, ഇനി കുറേ കാരുണ്യ പ്രവർത്തികളും എല്ലാം ചെയ്യുന്നതല്ലേ, നീ ഒന്നും പറയാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ സംസാരിച്ച് മാതാവിനോട് ഈശോയോടും പറഞ്ഞു, ഇന്ന് വൈകിട്ട് തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം വേണം, ജർമ്മൻ തന്നെയാണോ അല്ലെ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ള രീതി. എല്ലാവരും ചോദിക്കുമ്പോൾ എനിക്ക് ഒന്നും ആയിട്ടില്ല, എൻ്റെ ചേച്ചിയുടെ പഠിത്തം കഴിയാറായി, ചേട്ടൻ്റെ പഠിത്തം കഴിയാറായി. എൻ്റെ ചോദിക്കുമ്പോൾ എൻ്റെ മാത്രം ഒന്നും ആയിട്ടില്ല. എല്ലാവരും വീട്ടിലുള്ളവരും കസിൻസ് ആണെങ്കിലും എല്ലാവരും ചോദിക്കുമ്പോഴും എൻ്റെ ഒന്നും ആയിട്ടില്ല. അങ്ങനെ അങ്കിൾ എന്നെ രാത്രി 8:30 ആയപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി നീ സങ്കടപ്പെടുകയൊന്നും വേണ്ട, നീ എക്സാം ഇനി എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് 2 മൊഡ്യൂളുണ്ടല്ലോ, ആ മൊഡ്യൂൾ വെച്ച് നമുക്ക് പോകാം, നീ ഇൻ്റർവ്യൂ പാസ്സായി മതി എന്നുള്ള രീതി എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതി. അന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, മാതാവ് ഈശോ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള രീതി എനിക്ക് സന്തോഷമായി. എൻ്റെ അടുത്ത് ചോദിച്ചു, ഇനി എക്സാം എഴുതുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും 3 മൊഡ്യൂൾ വെച്ച് VFSന് എടുക്കണമല്ലോ, അല്ലെങ്കിൽ 2 മൊഡ്യൂൾ ആകുമ്പോൾ റിജക്ഷന് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞാൻ 1 മൊഡ്യൂൾ വെച്ച് എക്സാമിന് സീറ്റ് എടുക്കാം. ഞാൻ 2 മൊഡ്യൂളിന് സീറ്റ് എടുക്കാൻ നോക്കിയിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു. 1 മൊഡ്യൂളിന് മാത്രമേ എനിക്ക് എക്സാമിന് സീറ്റ് കിട്ടുന്നുള്ളൂ. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടും ഒരു ചേച്ചിയുണ്ട്, ആ ചേച്ചിയുമായിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയി. അതിന് മുന്നേ എനിക്ക് മെയിൻ ഇൻ്റർവ്യൂവിന് ഒരു ഡേറ്റ് കിട്ടിയായിരുന്നു. ആ ഡേറ്റിന് 2 ബാച്ചായിട്ടായിരുന്നു. 1 മണിക്കത്തെ ഒരു സെക്ഷനും 3 മണിക്കത്തെ ഒരു സെക്ഷനും ആയിട്ടായിരുന്നു. 1 മണിക്കത്തെ സെക്ഷനിൽ അവർക്ക് 6 പേരുണ്ടായിരുന്നു അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് പറഞ്ഞു ഭയങ്കര പാടായിരുന്നു, നമ്മൾ പഠിച്ചതിനകത്ത് ഒന്നും വന്നിട്ടില്ല, ആ സെൽഫ് ഇൻട്രഡക്ഷൻ അല്ലാതെ വേറൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ അവരെ ഭയങ്കര സപ്പോർട്ടിൻ്റെ രീതിയിലായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിച്ചത്. പക്ഷേ എൻ്റെ ഇത് നടന്നപ്പം ഒറ്റ ഒരാളെ ഉള്ളായിരുന്നെങ്കിലും എനിക്ക് ഭയങ്കര ചിരിക്കത്തുമില്ല, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പം ഞങ്ങളെല്ലാവരും ആ 4 പേരും ഞങ്ങൾ ഫെയിലായി. അന്നപ്പോൾ ഞാൻ ഓർത്തു, ഇനി എന്തായാലും ഏപ്രിൽ ഇൻടേക്കിന് പോകാൻ പറ്റത്തില്ല, അടുത്ത ഒക്ടോബർ സെപ്റ്റംബർ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടാണെങ്കിലും പറഞ്ഞു, എടി ഞാൻ ഇൻ്റർവ്യൂ ഇങ്ങനെ ഫെയിലായി, എനിക്ക് ഇനിയും ഏപ്രിൽ ഇൻടേക്കിനൊന്നും പോകാനൊന്നും പറ്റത്തില്ല, എനിക്കിനി സെപ്റ്റംബർ ഒക്ടോബർ ഇൻടേക്കിന്. എൻ്റെ കസിൻസ് ആണെങ്കിലും എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങോട്ടത്തേക്ക് പറ്റത്തുള്ളൂ എന്ന രീതി പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എക്സാം എഴുതാൻ പോകുന്ന സമയത്തും ഞാൻ എൻ്റെ ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ടല്ലേ പോയതാണ്. അപ്പം രാവിലെ 5:30-ക്കാണെങ്കിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും പോകുന്നതിന് മുന്നേയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടുമ്പടി ഉപ്പും തൈലവും എല്ലാം ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ പോയത് ഞാൻ എക്സാം ഇരിക്കാൻ സമയത്ത്. അപ്പം ഞാൻ ഈ കഴുത്തയിൽ ഈ കൊന്ത ധരിച്ചിട്ടായിരുന്നു, കറുത്ത കളറിലെ കൊന്ത ധരിച്ചിട്ടായിരുന്നു എക്സാം അറ്റൻഡ് ചെയ്തത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കറുത്ത കളറിലെ കൊന്തയല്ലേ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കാശുരൂപം കണ്ടപ്പോൾ പറഞ്ഞു, വേണമെങ്കിൽ കൈ വെച്ചോ, കഴുത്തിലിടാൻ പറ്റത്തില്ല പറഞ്ഞു. അപ്പോൾ എനിക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ കാശുരൂപം എനിക്ക് കൈ വെച്ച് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ എൻ്റെ കൈ ഭയങ്കര, ഞാൻ ഈ കയ്യിലായിരുന്നു മുറുക്കെ പിടിച്ചത്, എനിക്ക് ഭയങ്കര ഭാരം. അന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനിങ്ങനെ കുറേ സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ടുള്ള. അപ്പോൾ എനിക്ക് ഈശോയും മാതാവ് എനിക്ക് എന്തായാലും തരുമെന്ന് അറിയാം. ഞങ്ങൾ 4 പേരുണ്ടായത്, ഞാൻ മാത്രമേ ആ എക്സാം പാസ്സായുള്ളൂ, ബാക്കി എല്ലാവരും ഫെയിലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചേച്ചിമാർ അവരും പറയും, എക്സാമിന് എഴുതാൻ വന്നവരൊക്കെ എൻ്റെ അടുത്ത് പറയും, നിൻ്റെ മാതാവ് രക്ഷിച്ച്. ഞാൻ എല്ലാ എക്സാമിന് പോയാലും ഞാൻ ആരെങ്കിലും പരിചയപ്പെട്ടാൽ ഞാൻ കൃപാസന മാതാവിനെ കുറിച്ച് പറയും. എൻ്റെ ഉപ്പ് ഞാൻ എക്സ്ട്രാ എടുക്കും, അത് ഞാൻ അവർക്കും കൂടെ കൊടുക്കും, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾക്ക് നടക്കാത്ത കാര്യമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നതെന്നുള്ള രീതിയിലും ഞാൻ പറയും. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ മാത്രമേ ജയിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രെയിനിലോട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എനിക്ക് അങ്കിൾ മെസ്സേജ് ഇട്ടു, നിനക്ക് നാളെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു.
ആ ഇൻ്റർവ്യൂവിൻ്റെ ഡേ, പിറ്റേ ദിവസം ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിൻ്റെ ഡേയിൽ എൻ്റെ വല്യപ്പനെ വയ്യാതായി, എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല. രാത്രി 8 മണിക്ക് ഇൻ്റർവ്യൂ ആണെങ്കിൽ എനിക്ക് 7:50 ഞാൻ ഒന്ന് റിവൈസ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് എനിക്ക് കൊന്തയും ബൈബിളും വായിക്കാനുള്ള സമയം കിട്ടിയായിരുന്നു. അന്നപ്പം എനിക്കൊരു വചനം കിട്ടി, രക്ഷിക്കാനാകുന്ന വിധം കർത്താവിൻ്റെ കരം കുറുകി പോയിട്ടില്ല. എനിക്ക് ഇങ്ങനത്തെ വചനം കിട്ടിയാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പഠിച്ചില്ലെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനത്തെ വചനം കിട്ടിയാൽ. അന്നപ്പം എനിക്കറിയാം ഇതെന്തായാലും എനിക്ക് കിട്ടുമെന്നറിയാം. അപ്പം ഞാൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വന്ന ജനുവരി നടന്ന ഇൻ്റർവ്യൂ സെയിം മാം തന്നെയായിരുന്നു എനിക്ക് ഫെബ്രുവരിയിലും. അങ്ങനെ ഞാൻ ഇങ്ങനെ കൊന്തയില്ല, ഇപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു, മാതാവെ ഒന്ന് ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് ചിരിച്ചാൽ മാത്രം മതി, അങ്ങനെയുള്ള രീതി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ആ മാം തന്നെ കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇത് കിട്ടത്തില്ല എന്നുള്ള രീതി ഞാൻ നിന്നു. എന്നെ കാണുകയും ചിരിക്കാൻ തുടങ്ങി. ഞാൻ ഈ ഉടമ്പടി സാക്ഷ്യത്തിനകത്ത് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാത്രം. അതുപോലെ തന്നെ എനിക്കും ഒരു സാക്ഷി ചെയ്യാൻ പറ്റിയതിന് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം എന്നെ മാത്രം ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് പറഞ്ഞാൽ ഇതല്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്നെ ഭയങ്കര സപ്പോർട്ട്, എനിക്ക് അറിയത്തില്ലാത്തതാണ് പോലും എനിക്ക് പറയാനായിട്ട് ഭയങ്കരമായിട്ടും പറ്റി. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എടി ഇതെന്നാ ഒരു സപ്പോർട്ടും ഇല്ല, അങ്ങനെയുള്ള രീതി പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും ഞാൻ ഇത് ജയിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നപ്പം 4 പേരുണ്ടായിരുന്നു. അതിനകത്ത് 3 പേര് പാസ്സായി. പിന്നെ ഒരു ഇൻ്റർവ്യൂ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു, എംപ്ലോയർ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ആ എംപ്ലോയർ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് 4 പേരിൽ ഒരാൾക്ക് മാത്രമേ കിട്ടിയുള്ളൂ. ഞങ്ങളുടെ 3 പേരുടെയും റേഞ്ചിൻ്റെ പ്രോബ്ലം കാരണം ഞങ്ങൾക്ക് കിട്ടിയില്ല. അതിൻ്റെ ഉടനെ തന്നെ അന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതിനേക്കാളും അടിപൊളി എംപ്ലോയറിനെ നിനക്ക് കിട്ടുമെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 7:10 ഇൻ്റർവ്യൂ കഴിഞ്ഞെങ്കിൽ 7:20 എൻ്റെ റിസൾട്ട് വന്നു. എൻ്റെ അടുത്ത് ഫസ്റ്റ് വിളിച്ച് പറഞ്ഞാൽ കൺഗ്രാജുലേഷൻ പാസ്സായി എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ചോദിച്ചത് അവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ചോദിച്ചത് എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്, ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ പ്രാർത്ഥിച്ചത്. അങ്ങനെ ഞങ്ങൾ 3 പേരും ഇൻ്റർവ്യൂ പാസ്സായി. അടിപൊളി എംപ്ലോയറും എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടാണ്. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് കയ്യിൽ കാശ് രൂപം പിടിക്കുകയും ഉപ്പ് ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിടും, ഞാൻ പിന്നെ ടേസ്റ്റ് ചെയ്യും, ഇതെല്ലാം വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട്. അത് കഴിഞ്ഞ് എൻ്റെ 3 ദിവസം കൊണ്ട് എൻ്റെ കോൺട്രാക്റ്റും വന്നു. കോൺട്രാക്റ്റ് ഒക്കെ കിട്ടണമെങ്കിൽ 2 മാസം 1 മാസമൊക്കെ എടുക്കും. എൻ്റെ 3 ദിവസം കൊണ്ട് എൻ്റെ കോൺട്രാക്റ്റും വന്നു. കോൺട്രാക്റ്റ് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു, എടി എൻ്റെ ഇൻ്റർവ്യൂ പാസ്സായി, കോൺട്രാക്റ്റ് കിട്ടി. അപ്പോൾ എൻ്റെ അടുത്ത് അവർ ചോദിച്ചു, സെപ്റ്റംബർ ഒക്ടോബർ ഇൻടേക്കാണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, ഏപ്രിൽ ഇൻടേക്കാന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ പ്രോസസ്സിംഗ് ഒക്കെ ഭയങ്കര ലാഗായിരുന്നു. ഇത്രയും ടൈമിൽ ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പേപ്പർ വർക്കൊക്കെ എൻ്റെ ഒരാഴ്ചയും കൊണ്ട് തീർന്നു. പിറ്റേ ആഴ്ച VFSന് സ്ലോട്ട് കിട്ടി. അതിൻ്റെ പിറ്റേ ആഴ്ച എനിക്ക് VFSന് ഞാൻ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴും പരീക്ഷയെല്ലാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴും എനിക്ക് ജർമ്മൻ്റെ സാക്ഷിയാണ് എനിക്ക് എപ്പോഴും കയറി വരുന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ അയച്ചു കൊടുക്കുക, എഴുതിയിരുന്ന് ഇതൊന്നും നടക്കാത്ത സംഭവങ്ങൾ. ഒരു ചേട്ടൻ്റെ ഉണ്ടായിരുന്നു A1 വെച്ച് FSCOട്ടിന് പോയത്. അതെന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റത്തുപോലുമില്ല. B2ൻ്റെ ഫുൾ മൊഡ്യൂൾ ഇല്ലാതെ പോകാനും പോലും പറ്റത്തില്ല. വേറൊരു ചേച്ചിയുടെ ഉണ്ടായിരുന്നു, അത് ഏപ്രിൽ ഇൻടേക്ക് പോകാൻ വേണ്ടിയിട്ട് ചേച്ചി ഒരു ഫെബ്രുവരി ജനുവരി ഒക്കെ ആയപ്പോൾ സാക്ഷി ഇവിടെ വന്ന് പറഞ്ഞതായിരുന്നു. ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ അന്ന് ഞാൻ ആ സാക്ഷിയായിരുന്നു ഫസ്റ്റ് ഞാൻ കേട്ടത്, യൂട്യൂബ് തുറന്നു നോക്കിയപ്പം. അന്നപ്പം ആ ചേട്ടൻ്റെ ചേച്ചി B2ൻ്റെ ഒരു മൊഡ്യൂൾ വെച്ച് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് വന്നു. ഇതൊന്നും നടക്കാൻ പറ്റാത്ത കാര്യമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയും, ഇതൊന്നും നടക്കാൻ പറ്റാത്ത കാര്യമല്ല, ഇതൊക്കെ മാതാവ് തന്നില്ലേ, അപ്പം നമ്മുടെ ഇതൊക്കെ തരൂ എന്നുള്ള രീതി ഞാനിങ്ങനെ പറഞ്ഞു. അങ്ങനെ എൻ്റെ VFSൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടിയപ്പോൾ എൻ്റെ ഡോക്യുമെൻറ്റിലെല്ലാം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് തൈലം പുരട്ടുകയും എൻ്റെ ഫയലിനകത്ത് ഞാൻ കൃപാസനത്തിൽ തന്ന ഉപ്പ് ഞാൻ വിതറുകയും ഇട്ടുകയും പിന്നെ അവിടെ VFS ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ കൃപാസനത്തിന് ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ആരും ചവിട്ടാത്ത രീതി ഞാൻ അവിടെ ഇട്ടു. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഡിസ്പാച്ച് ചെയ്ത് പറഞ്ഞ മെസ്സേജ് വന്നത്. എൻ്റെ കറക്റ്റ് 1 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മെസ്സേജ് വന്നു, ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വിസ വന്നു. ഉടനെ ഞാൻ കൃപാസനത്തിൽ വന്ന് ഞാൻ സാക്ഷ്യം പറയാനുള്ള രീതി ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ലാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലെത്തുന്നതിന് മുന്നേ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും കിട്ടി. ഞാൻ തിങ്കളാഴ്ച ജർമ്മനിയിലേക്ക് പോവാണ്. എൻ്റെ ഫ്രണ്ട്സ് കാരണം എൻ്റെ ഫ്രണ്ട്സ് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഒരാൾ വിസയുടെ ഒരു കാരണം ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. വേറൊരു ഫ്രണ്ട് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാ ദിവസവും സ്റ്റാറ്റസ് ഇടും, ഞാൻ സ്റ്റാറ്റസ് ഇടും. പിന്നെ ഡെയിലി ബ്രെഡ് ഇതെല്ലാം സ്റ്റാറ്റസ് ഇടും. എൻ്റെ ജർമ്മനുള്ള ഫ്രണ്ട്സിനും അല്ലാത്ത എല്ലാവർക്കും ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. എൻ്റെ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കുവാണെങ്കിലും തന്നെ സാക്ഷ്യത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത്, ഇന്ന അനുഗ്രഹങ്ങൾ കിട്ടി അങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾ പറയുന്നത്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനും വെച്ച് അവർ ജർമ്മനി പോയി. എൻ്റെ 2 ഫ്രണ്ട്സ് ഇവിടെ വന്ന് സാക്ഷ്യവും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനും എൻ്റെ ചേട്ടനും വേണ്ടിയിട്ട് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് സമയത്ത് ഹർത്താലായി, മറ്റേ
ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് എച്ച് പോലെ ഒരു പ്രാവശ്യം എച്ച് എടുത്തിട്ടുള്ളൂ, റോഡ് ഞങ്ങൾ എടുത്തിട്ടില്ല. അങ്ങനെ വിശ്വാസ പ്രമാണവും ഉടമ്പടി തൈലവും ഞാൻ കാറിൻ്റെ അകത്ത് ഞാൻ വെഞ്ചരിച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കും ചേട്ടനും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. ഈ വരുന്ന തിങ്കളാഴ്ച ഞാൻ ജർമ്മനിക്ക് പോവാണ്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് 2 മൊഡ്യൂളിൽ ഞാൻ നേരത്തെ പാസ്സായിരുന്നല്ലോ, ലിസണിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും. അത് ഞാൻ പിള്ളേരെ പഠിപ്പിക്കും. ഒരു കൊച്ചിനെ ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ പഠിപ്പിക്കും. ഇത്ര മന്താന്ന് പറഞ്ഞാലും ഞാൻ എക്സ്ട്രാ പോർഷൻ തീരുന്ന എത്രയാണോ എക്സാം എന്ന ഡേറ്റ് കിട്ടുന്ന അത്രയും ദിവസം ഞാൻ പഠിപ്പിക്കും. എക്സ്ട്രാ ടൈം ഞാൻ എടുത്തു കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു കൊച്ചിൻ്റെ പപ്പ മരിച്ചു പോയിരുന്നു. ഞാൻ അപ്പോൾ ഇച്ചിരി രൂപയെ വാങ്ങിക്കുന്നുള്ളൂ. അതിനെക്കാട്ടിലും ഞാൻ പറഞ്ഞു, എടി ഇതിനെക്കാളും കുറച്ച് തന്നാൽ മതി. എനിക്കറിയാം എക്സാമിനൊക്കെ ഭയങ്കര സീറ്റ് എടുക്കാൻ ഭയങ്കര ഫീസാണെന്ന് അറിയാം, എനിക്കറിയാം. അതുകൊണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ വിചാരിച്ച് ഞാൻ ഇച്ചിരി രൂപയെ ഞാൻ വാങ്ങിക്കുന്നുള്ളായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ചേച്ചിയുടെയൊക്കെ കുറേ നല്ല ഡ്രസ്സൊക്കെ ഉണ്ട്, അത് ഇല്ലാത്തവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വഴിയിലിരിക്കുന്നവർക്ക് ഭിക്ഷ അവർക്കൊക്കെ ഞാൻ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ളൊരു ആൻറ്റിക്ക് ഞങ്ങൾ ഫുഡൊക്കെ അങ്ങനെ വാങ്ങിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് പള്ളിയിൽ, പിന്നെ ഓട്ടോ സ്റ്റാൻഡിൽ, ഞങ്ങളുടെ ഇടവക പള്ളിയിലും കൊടുത്തിട്ടുണ്ട്, അമ്മയുടെ പള്ളിയിലും കൊടുത്തിട്ടുണ്ട്, പിന്നെ ആശുപത്രിയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ എനിക്ക് കൃപാസനത്തിൻ്റെ പത്രം കൊടുക്കാനുണ്ട്. കുറേ പേരോടും പറയാനും സാധിച്ചിട്ടുണ്ട്. ഇത്രയും തന്നെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. ആത്മീയ ജീവിതമായിട്ട് ഞാൻ നേരത്തെ കൊന്തയൊന്നും ഞാൻ ചെല്ലത്തില്ലായിരുന്നു, ജപമാലയൊന്നും ഞാൻ ചെല്ലത്തില്ലായിരുന്നു. ഇപ്പം എനിക്ക് ഫുൾ ജപമാലയും ചെല്ലാനായിട്ട് സാധിക്കുന്നുണ്ട്. ബൈബിള് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് 1/2 മണിക്കൂർ ഞാൻ ബൈബിള് വായിക്കാനായിട്ട് തുടങ്ങിയത്. അതിന് മുന്നേ ഞാൻ ബൈബിൾ അങ്ങനെ ജസ്റ്റ് സ്കൂളിൽ പോകുന്നതിന് മുന്നേ അല്ലെ കോളേജിൽ പോകുന്നതിന് മുന്നേ അങ്ങനെ ബൈബിള് വായിക്കുന്നല്ലാതെ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് ഞാൻ വായിച്ചിട്ടില്ല. ഇപ്പം ഞാൻ രാവിലെ 5 മണിക്ക് എണ്ണിക്കുവാണെങ്കിൽ കറക്റ്റ് 5 മണി തൊട്ട് 5:30 വരെ ബൈബിൾ വായിക്കും. രാത്രിയിലും പിന്നെ 1/2 മണിക്കൂറും വായിക്കും.